ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ നാലുമണി പലഹാരത്തിൻ്റെയാണ്. അപ്പം പുറംഭാഗം ചെറിയൊരു ക്രിസ്പിയോട് കൂടി ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്നാക്കിൻ്റെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള അവിടെ വഴന്ന് വരുന്ന സമയം കൊണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 100 ഗ്രാം നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നൂഡിൽസ് വേവിച്ചെടുക്കുമ്പോൾ അതിലുള്ള ഈ ഒരു പാക്കിലുള്ള മസാല കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സ്നാക്കിലേക്ക്. അപ്പോൾ മസാല കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ഈ ഒരു സമയം തന്നെ സവാളയ്ക്ക് ഏകദേശം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മസാലയുടെ പച്ചമണക്ക് മാറി വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ തന്നെ വേണമെന്നൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ചെറുതായിട്ട് ഇതുപോലെ പിച്ചിയെടുത്തിട്ടാലും മതിയാവും. അപ്പോൾ ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ചിക്കൻ ഇല്ലാതെയും ചെയ്തെടുക്കാം കേട്ടോ. വെറും വെജിറ്റബിൾസ് മാത്രമാക്കിയിട്ടും ചെയ്തെടുക്കാം. ഇനി ചിക്കന് പകരമായിട്ട് കുറച്ച് പൊട്ടാറ്റോ അതേപോലെ കുറച്ച് ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള നൂഡിൽസാണ്. അപ്പോൾ നൂഡിൽസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. സവാളയുടെയും മസാലയൊക്കെ നൂഡിൽസിലേക്ക് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഓൾറെഡി നൂഡിൽസ് ഫ്ലേവറൊക്കെ ഉള്ളതാണ്, കാരണം അതിൻ്റെ മസാലയൊക്കെ ചേർത്തിട്ടാണല്ലോ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉള്ളിയുടെ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് വെള്ളമാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ ഈ ഒരു സമയത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നൂഡിൽസിൽ ആദ്യം തന്നെ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്, കാരണം നൂഡിൽസിലെ മസാല ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പാകത്തിന് ഉപ്പുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറച്ചൊരു എരിവ് കുറവുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഗരം മസാല ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു മസാലക്ക്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ റവ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിലുള്ള വെള്ളം തന്നെ മതിയാവും. അപ്പോൾ ഏകദേശം ഒന്ന് കട്ടിയായിട്ട് വരണം, അതുവരെ റവ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് പോവേണ്ട, ജസ്റ്റ് ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് ഒന്ന് റെഡിയായിട്ട് വരികയും ചെയ്യും. അപ്പോൾ എല്ലാം കൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു മസാലയും പിന്നെ റവ ഒക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സ് ഇതുപോലെ ബോൾസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ചെടുത്താൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വന്നാൽ ഇനി ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്, ചെറിയൊരു ചൂടോട് കൂടി തന്നെ ചെയ്തെടുക്കാം.
അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട്, എണ്ണ ആക്കണം നിർബന്ധമൊന്നുമില്ല, ഏകദേശം നല്ല ടൈറ്റായിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഏതായാലും ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടി ഷേപ്പാക്കി എടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് ഒരു ബൗളിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അവിടെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസായിട്ട് മുട്ടയുടെ ബാറ്ററിൽ ആദ്യം ഒന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ എല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഉൾഭാഗം വല്ലാണ്ട് വെന്ത് കിട്ടാനൊന്നുമില്ല, പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് പുറംഭാഗം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.